కుందనుపై కుందనదన నిరమోదక పరిమళ గంధము పుయ్యరుగా గంధము పుయ్యరుగా నీరు గంధము పుయ్యరుగా സുന്ദരനു സൂര്യനു ഇന്ദിരനു എൻ ചന്ദ്രനു എന്നു വരും മമ മന്ദിരത്തിൽ ഇന്ദു കലാധരനെൻ കാന്തൻ നീലാംബരി നീ വൈകാതെ ചൊല്ലു കണ്ടു കണ്ടു പ്രാണനാഥനെ കണ്ടു സുന്ദരനു സൂര്യനു ഇന്ദിരനു എൻ ചന്ദ്രനു എന്നു വരും മമ മന്ദിരത്തിൽ ഇന്ദു കലാധരനെൻ കാന്തൻ കൈതോളക്കാറ്റെന്ന് കുഴൽ വിളിച്ചാൽ കടവന്തി വരുവാണെന്ന് തോന്നും കളവാണിക്കിളിയുടെ കുരവ് കേട്ടാൽ കല്യാണ നാളാണെന്ന് തോന്നും വെണ്ണിലാവത്ത് കണ്ണുറങ്ങാതെ ഞാനിന്നും കാത്തിരിക്കും മാരൻ സുന്ദരനോ സുന്ദരനോ സൂര്യനോ ഇന്ദിരനോ എൻ ചന്ദ്രനോ എന്നു വരും മമ്മ മന്ദിരത്തിൽ ഇന്ദു കലാധരനെൻ കാന്തൻ സുന്ദരനോ സൂര്യനോ ഇന്ദിരനോ എൻ ചന്ദ്രനോ എന്നു വരും മമ മന്ദിരത്തിൽ ഇന്ദു കലാധരനെൻ കാന്തൻ നീലാംബരി നീ വൈകാതെ ചൊല്ലു കണ്ടു കണ്ടു പ്രാണനാഥനെ കണ്ടു Beautiful, beautiful. മനോഹരമായ പെർഫോമൻസ് ആയിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ നിങ്ങളുടെ ടീമിന്റെ പേരെന്താ? ശിവപ്രിയം നാട്യകലാക്ഷേത്ര വാവ്, ശിവപ്രിയം നാട്യകലാ ക്ഷേത്രം. എവിടുന്നാ വരുന്നത് നിങ്ങള്? കോഴിക്കോട്. നമുക്കിപ്പോ കൊറേ ആൾക്കാർ കോഴിക്കോട് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഹൽവ കൊണ്ടുവന്നോ? അവര് ഡാൻസ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അൽവല്ല, വേറെ സാധനം വേറെ എന്ത് സാധനമാണ്? ആ ഇരിക്കുന്ന രണ്ട് സാധനങ്ങളാണോ നിങ്ങൾ അല്ല, അതാരെ ടീച്ചറാണോ? ആ ടീച്ചർ. ടീച്ചറിന്റെ പേരെന്താ? വിജയശ്രീ. വിജയശ്രീ. ഹായ് ടീച്ചർ, നമസ്കാരം. കൂടെ ഇരിക്കുന്നത് ഡാൻസ് പഠിക്കുന്ന മോളാണ്. പാട്ട് പാടും നന്നായിട്ട്. പാട്ട് പാടും. ഓക്കെ, നമ്മുടെ പേരെന്താ? രതിഷ. രതീഷ. യെസ്, അഖിൽ. അല്ല, അപ്പൊ എന്താ പെർഫോം ചെയ്യാത്തെന്ന് ചോദിച്ചാ? പാട്ട് പാടാൻ വന്നാടാ. പാട്ട് പാടാൻ വന്നാണോ? ആ, അല്ല, ഈ കുട്ടികളെ ഇവരെ ചേച്ചിയായിരുന്നു എന്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരുന്നത്. ഇവരെ ബാച്ചായിരുന്നു. 3 വയസ്സിൽ വന്നതാണ്. അവര് പിന്നെ ക്യാൻസർ ബാധിച്ച് മരിച്ചു, മരണപ്പെട്ടുപോയി. അപ്പോൾ ഇവിടെ വരാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ. അതുകൊണ്ട് അനിയത്തിയെ വിട്ടു. ഒരുപാട് സന്തോഷം നമുക്ക് അനീതിയെ കാണാൻ സാധിച്ചതിൽ. എന്തായാലും പെർഫോമൻസ് ഒക്കെ നമുക്ക് കാണാം. അതെ, ഈ ഗേൾസിനെ കാണുമ്പോ നമ്മള് ഗേൾസ് ഹോസ്റ്റലോ അല്ലാതെ ഒരു ഗേൾസ് ഫെസ്റ്റിവൽ, സോ എന്തൊരു ക്ലാസ്, ഭയങ്കര ഒരു ഐശ്വര്യം തോന്നും. നമ്മള് ഫോക്സ് ആണ് അല്ലെ, ഭരതനാട്യം, ക്ലാസിക്കൽ അതൊക്കെ കാണും. പക്ഷെ ഫോക്ക് കാണുമ്പോ അതിൻ്റെതായ ഒരു ക്ലാസിനെസ് ഉണ്ട്.
നിങ്ങൾ ഗേൾസ് യു ഡിഡ് സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു. സീരിയസ്ലി നന്നായി. എല്ലാരും ഭയങ്കര കാണാൻ രസമായിരുന്നു. നല്ല തന്മയത്വം, നല്ല ഒഴുക്കായിരുന്നു ഡാൻസിലെ, നല്ല ഭംഗിയുള്ള. ആരെ നോക്കണം അറിയില്ലായിരുന്നു. ഞാനൊക്കെ ഇങ്ങനെ നോക്കുക. ഞാൻ എല്ലാരും നോക്കി. അത് ഞാൻ കണ്ടായി. നമ്മുടെ ഇപ്പൊ എപ്പിസോഡ് ഇപ്പൊ തുടങ്ങുമ്പോ തന്നെ ഉണ്ടല്ലോ ഭയങ്കര ഐശ്വര്യമായിട്ട്. ഐശ്വര്യ ചേച്ചി, നമ്മളൊരു ഭംഗിയായിട്ടാണ് ഇന്ന് അതെ. നമുക്ക് ഇനി അങ്ങോട്ട് നല്ല ഭംഗിയായിട്ട് നല്ല വൃത്തിയായിട്ട് പോണം. പിന്നെ അതുകൊണ്ട് നമുക്ക് കുറച്ച് പേരെ ഒഴിവാക്കാം. തമാശല്ല, നമുക്ക് ഇനി ഇപ്പം തന്നെ ഒരു കളർഫുള്ള് നല്ല ഭംഗി, ഒരു അച്ചടക്കം, അതുകൊണ്ട് ഇച്ചിരി അനുസരണക്കേട്, അതെ അതെ ഒരു ചളു കോമഡി, ഇതൊക്കെ അടിക്കുന്ന സാധനങ്ങളൊക്കെ ഒഴിവാക്കണം. ഒഴിവാക്കണം. അതെ നമുക്ക് സ്റ്റാൻഡേർഡ് ആവണം. ഞാൻ പോവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കും, ഞാൻ സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. കൊള്ളാം. അപ്പൊ നമുക്ക് പിന്നെ അപ്പൊ എവിടുന്നാ തുടങ്ങേണ്ടത്? അഖിലിനെ ആദ്യം ഒഴിവാക്കിയേക്കാം നമുക്ക്. അല്ല എന്താ അറിയോ, നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം അഖിലിനെ ഇപ്പൊ എന്താ പറയാ അങ്ങനത്തെ ഒരു ദൃഷ്ടി മാറ്റുന്ന ഒരാൾ കണ്ണു കിട്ടാതിരിക്കാൻ ഒന്ന് വേണം. അതെ, അപ്പൊ അതാണ്. അതുകൊണ്ട് അത് ഇരുന്നോട്ടെ. നമുക്ക് നീ ഇറങ്ങി പോടിയെങ്കിൽ ആദ്യം. എന്നെ നോക്കല്ലേ. ഞാൻ വടക്കൻ കേരളത്തിന്റെ അഭിമാനമാണ്. ഞാൻ മധ്യ കേരളത്തിന്റെ. ഇവള് ഈയാണോ വടക്കം പോയില്ല? മലബാറിന്റെ. അല്ല നോബിചേട്ടൻ ആരെ ഉദ്ദേശിക്കുന്നേ? ആരുടെ പറയൂലെങ്കിൽ ഞാൻ ഒരാളെ പേര് പറയാം. അത് ഒഴിവാക്കിയ അത്യാവശ്യം നമുക്ക് രക്ഷപ്പെട്ടു പോവാം. ആരേത്? അമ്പിളിക്കുട്ടായി. മൂപ്പരുടെ ഒരു കൊറേ പ്രശ്നം. യെസ്, ഇച്ചിരി മണ്ടത്തരങ്ങൾ നമ്മളെ കൊണ്ട് എവിടെയെങ്കിലും ഇട്ടുകളയും. അതെ അതെ അതെ. എന്തെങ്കിലും ഇത് ആവശ്യമില്ലാത്ത കാര്യത്തിന് നൈസാങ് ഒഴിവാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് പിടിച്ചു കയറി പോകും. പിന്നെ നമുക്ക് നന്നായിട്ട് നല്ല ബാക്കിയെല്ലാം ആക്ച്വലി കറക്റ്റ് ആണ്. ഇത് കറക്റ്റ് ആണ്. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞു ഓക്കെ. അതെ 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 അതെ. അപ്പൊ എവിടെ കൊണ്ട് കളയും? പേടിക്കണ്ട ചേച്ചി, കാർണിവൽ ഇടയ്ക്കല്ലേ, അവിടെ കൊണ്ടങ്ങ് വിട്ടുകൊടുത്ത് അവൻ പൊക്കോളൂ. സത്യം പറഞ്ഞാൽ മൂപ്പർക്ക് അങ്ങനെ ഒരു ഡയറക്ഷന്റെ ഒരു ഇതില്ലല്ലോ. എങ്ങോട്ടെങ്കിലും അങ്ങ് പൊക്കോളൂ. ഞാൻ ഏറ്റെടുക്കത്തില്ല, നിങ്ങൾ ആരെങ്കിലും ഏറ്റെടുക്കുകയാണെങ്കിൽ അല്ല, നല്ല ഐഡിയ ആണ്. തിരക്കിന്റെ ഇടയിൽ ആരും അറിയത്തില്ല. അങ്ങനെ ചെയ്യാം അല്ലേ? ആദ്യം നല്ല കാര്യം അങ്ങ് നടക്കട്ടെ. അതെ അതെ. അപ്പൊ പ്രേക്ഷകരെ, അമ്പിളിക്കുട്ടനെ കളയാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. നോബിച്ചേട്ടാ, ആക്കി റെഡിയാണല്ലോ? റെഡി. കൊണ്ട കളഞ്ഞോളല്ലോ? ഉറപ്പല്ലേ? നിങ്ങൾ ഏറ്റെടുത്തു. ആ. കൊണ്ട കളയാം. വേറെ ആരും അറിയരുത്. ഓക്കെ ഓക്കെ. ബാ, നിങ്ങൾ എല്ലാം അങ്ങോട്ട് പൊക്കോ. പൊക്കോ പൊക്കോ. ബാ ബാ. ഹലോ നോവിയണ്ണ. ഹലോ അണ്ണാ എവിടെ ഇരിക്കണെന്നാ? ശാന്തേ, ആ എടാ ഞാൻ ഒരു വിഗ് വെച്ചാൽ ഞാൻ ഓക്കെയാണ്. അപ്പൊ ഞാൻ ഡ്രസ് മാറിയിട്ടുണ്ട്. ഇനി വിഗിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അണ്ണാ പെട്ടെന്ന് വേണം, നല്ല മേക്ക് ഓവർ ആയിരിക്കണം. അമ്പിളിക്കൂട്ടം കണ്ടാൽ നമ്മൾ ആരും തിരിച്ചറിയരുത്. ഒരു മനുഷ്യൻ തിരിച്ചറിയില്ല, പിന്നല്ലേ അമ്പിളിക്കുട്ടൻ. നമ്മുടെ കുട്ടിയാക്കില്ല കുട്ടിയെങ്കിൽ എന്തോ പരിപാടിയും പ്ലാനൊക്കെ ഉണ്ട് കേട്ടാ. ഓ അതാണോ താമസിക്കുന്നത്? വള്ള അവന്റെ നിനക്കറിയാലോ അവന്റെ ട്രിക്ക്. എന്തോ പ്ലാൻ ഉണ്ട്. ഓക്കെ ഓക്കെ ആണ്, പെട്ടെന്ന് പറഞ്ഞേ. ഞാൻ അതുവരെ എങ്ങനെയും പിടിച്ചു നിർത്താം. അമ്പിളിക്കൂട്ട എന്തോടത്? പപ്സ്. എവിടെ നിന്ന്? ഒരു മിനിറ്റ്. എന്താ കാണിച്ചത്? പപ്സ് എന്ന ഈ സാധനം വേണം ചുപ്പിലോട്ടു. ഞാൻ കൊണ്ടിടക്കുള്ളൂ. ഇത് ഇവിടെ നിന്ന് പപ്സ് വാങ്ങിച്ചത്? പപ്സ് ഇവിടെ മറ്റേ വളയെറിയത്തില്ല അണ്ണാ. വളയെറിയുന്ന അവിടുന്ന് കിട്ടിയത്, എനിക്ക് പ്രൈസ് കിട്ടിയത്. പ്രൈസ് കിട്ടിയതാ? പ്രൈസ് കിട്ടി. അത് കൊള്ളാം. ഈ വളയെറിയ എത്ര രൂപ നീ കൊടുത്ത് മത്സരിച്ച്? വളയെറിയാ 100 രൂപ. ബസ്സിന് എത്ര? 12 രൂപ. എങ്ങനെ നോക്കില്ലേ? ആ കടക്കാരൻ ശരിയല്ല. എടാ നീ അങ്ങോട്ടും ഇങ്ങോട്ടും ചെല്ല്, നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ കാണാനുണ്ട്. കാണാം, ഒരുപാട് കാണാം. ചെല്ല് ചെല്ല് ചെല്ല്. അയ്യോ അണ്ണാ പിന്നെ എനിക്ക് വിശക്കുന്നെണ്ണാ. ആഹാരം കഴിക്കാനുള്ള വഴി പറഞ്ഞാ? ആഹാരം കഴിക്കാൻ ഒരു വഴിയേ ഉള്ളൂ, വായിക്കൂടെ. എനിക്ക് ആഹാരം കഴിക്കാൻ എന്തൊരു മാർഗം പറഞ്ഞാല്? ആഹാരം കഴിക്കാനുള്ള വഴി കാണിച്ചു തരാം. ആഹാരം കഴിക്കാനുള്ള വഴി കാണിച്ചാൽ ഞാൻ തോന്നുന്നു കാരറ്റ് കപ്പി കിടക്കുന്ന മോട്ടോ വീഴ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഒരു കൗണ്ടർ നീ വായിന്ന് പ്രസവിച്ചിട്ടില്ലേ, അതിന്റെ ജന്മദിനം. സത്യം പറ, നിന്റെ അമ്മ പ്രസവിച്ചതാണ് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്? കടയിൽ നിന്ന് മേടിച്ചെന്നാണ് അമ്മ പറഞ്ഞ. കടയിൽ നിന്ന് മേടിച്ചായിരിക്കില്ല, അങ്ങനെ നല്ല നോക്കി എടുക്കാമല്ലോ. അയ്യോ, ഞാൻ ഇതിന് കേക്ക് കെട്ടി ഈ കൗണ്ടറിന്റെ ബർത്ത്ഡേക്ക്. എന്തെങ്കിലും പോയി ഒരു കാര്യം ചെയ്യും, അവിടെ എന്തെങ്കിലും പോയി കഴിച്ചിട്ട് വാ. എവിടെ? അവിടെ ഹോട്ടലുണ്ട്, പോയി കഴിക്കും. അവിടെ അണ്ണാ ഞാൻ അണ്ണന് പാഴ്സലും എല്ലാം വേണം. എനിക്ക് പാഴ്സലൊന്നും വേണ്ട. എന്നാ പാഴ്സൽ ഞാൻ തിന്നോട്ടാ. കടയിൽ പോയി ചായ കുടിയടാ. ഏത് കടയിൽ? ആ കടയിൽ. അയ്യോ, ആ കടയിൽ പോയി ചായ കുടിക്കരുത്. ചായക്കൊക്കെ ഭയങ്കര പൈസയാണ്. അതുകൊണ്ട് നമ്മളെ അമൃത സ്റ്റുഡിയോ ഇല്ലേ, അതിന്റെ അടുത്തൊരു ചായക്കടയുണ്ട്. അവിടെ ആണെങ്കിൽ അവിടെ ചായക്ക് പൈസയും കുറവാണ്, കടി ഫ്രീ ആയിട്ട് തരേക്ക്. അവിടെ ചായയുടെ കൂടെ കടി ഫ്രീ ആയിട്ട് തരുമെന്ന്. അങ്ങനെ ഒരിക്കലും പലഹാരം ഫ്രീ ആയിട്ട് തരത്തില്ല. തരുമെന്ന് അവിടെ
ചായയുടെ കൂടെ ഇട്ട് അതിനകത്ത് ഇട്ടേക്ക് നൂല് കെട്ടിയിട്ട് പലഹാരം. ഈ ബാഗ് അതിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നല്ല ടേസ്റ്റ് ആണ് ഇതിന്. 6 ഞാൻ മേടിച്ചത്. വിടുക, കൊള്ളാം, നന്നായിട്ടുണ്ട് കേട്ടാ. ഞാൻ അങ്ങോട്ട് അതൊക്കെ കണ്ടാണ്. ചെല്ല് ചെല്ല് ചെല്ല്, അങ്ങോട്ടൊക്കെ ചെല്ല് കേട്ടാ. എന്നാ പിന്നെ എനിക്ക് ഭയങ്കര ഉറക്ക ക്ഷീണമാണ്, ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല. അത് തന്നെ, നിന്റെ മുഖത്ത് വല്ലാത്തൊരു മ്ലാനത ആ, ഉണ്ട്. എന്ത് പറ്റി? ഈ രാവിലെ ഒരു സ്വപ്നം കണ്ടു, ഞാൻ പേടിച്ചു പോയണ. വെളുപ്പിനെ കാണുന്ന സ്വപ്നം വലിക്കുമെന്നാണ് കേട്ടാ. പിന്നെ അങ്ങനെയാണ് പണ്ടുള്ള ആൾക്കാർ പറയുന്നത്. അയ്യോ, അപ്പൊ ഞാൻ കണ്ട സ്വപ്നം വലിക്കോ? വലിക്കും വലിക്കും. ആരടുത്തെങ്കിലും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിക്കില്ല. ധൈര്യമായിട്ട് പറഞ്ഞു. നീ എന്ത് സ്വപ്നമാണ് കണ്ടത്? ഞാൻ കിടന്ന് ഉറങ്ങുന്നതായിട്ട്. ഉറക്കത്തിൽ സ്വപ്നം കണ്ടു ഞാൻ കിടന്ന് ഉറങ്ങുന്നതായിട്ട്. നീ പറയണ്ടേ, അത് വലിക്കണമായിരുന്നു. നാട്ടുകാർക്കെങ്കിലും സ്വൈര്യം കിട്ടിയരാ. ആ, പിന്നെ ഞാൻ രാത്രി വേറൊരു സ്വപ്നം കണ്ടു. വീണ്ടും സൂപ്പർ സ്വപ്നം. എന്നാണ്? എനിക്ക് ജോലി കിട്ടിയത്. എവിടെയാണ് ജോലി കിട്ടിയത്? പെട്രോൾ പമ്പിൽ. ഒരുപാട് വണ്ടികൾ ഇങ്ങനെ വന്ന് കിടക്കുന്നു. ഞാൻ പമ്പ് ഇങ്ങോട്ട് ഊരി പെട്രോൾ അടിയോട് പെട്രോൾ അടി. എന്നിട്ട് നീ കിടന്നുറങ്ങിയ ബെഡ്ഷീറ്റ് നിന്റെ അമ്മ കഴുകിയിട്ടാ അതാ നീ നനച്ചിട്ടാ? ഞാൻ കഴിയും. അങ്ങനെയല്ലേ കിടക്കയിൽ കിടന്ന് മുള്ളിയേറ്റ് പെട്രോൾ പമ്പിൽ ജോലി കിട്ടിയെന്ന്. എടാ, വീട്ടുകാർക്ക് ഒരു സ്വൈര്യം കൊടുക്കുന്നില്ലടാ നീ. അയ്യോ, വീട്ടിലെ കാര്യം പറഞ്ഞപ്പോഴാ അപ്പൂപ്പന് സുഖമില്ല, പോണം. അപ്പൊ എന്ത് പറ്റി? അപ്പൂപ്പന് നെഞ്ചുകാരി എന്ത് പാവമാണ് എന്റെ എടാ, നെഞ്ചുവേനാണെങ്കിൽ കാർഡിയാക് അറസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. കാർഡിയാക് അറസ്റ്റ് വരാൻ ചാൻസ് ഉണ്ടെന്ന്. എന്റെ അപ്പൂപ്പനാ എന്നെ വളർത്തിയത്, എന്റെ അപ്പൂപ്പനാണ്. എന്താണ് കാർഡിയാക് അറസ്റ്റ്? ഇതൊക്കെ അറിഞ്ഞൂടാടാ അമ്പളിക്കുട്ടാ. അമ്മ, പെട്ടെന്ന് അപ്പൂപ്പനെ കൊണ്ടൊരു വക്കീൽ ഓഫീസിൽ പോ. അപ്പൊ കൊണ്ട് വക്കീൽ ഓഫീസിൽ പോണെന്തിന്? അപ്പൂപ്പനെ അറസ്റ്റ് ചെയ്യാണ്ട് വരുന്നില്ല നിങ്ങൾ പറഞ്ഞ. എടാ, കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞ ഒരു അസുഖമാണ്. ആള് മരിച്ചു പോകാൻ ചാൻസ് ഉണ്ടെന്ന്. ആശുപത്രി കൊണ്ടുപോകണം. അമ്മ, അപ്പൂപ്പനെ കൊണ്ട് പെട്ടെന്ന് ആശുപത്രി പോ. അപ്പൂപ്പനെ കാർഡിയാക് അറസ്റ്റ്. എന്തുവാ കാർഡിയാക് അറസ്റ്റ്? എങ്ങും കൊണ്ടോട്ടെ, അവിടെ കിടന്ന് ചാവട്ടാ. പറയാൻ പറ്റുമെന്ന് പറയരുത്. പെൻഷൻ കിട്ടിയപ്പോൾ 10 ദിവസത്തിന് നാറി. ഉമ്മല്ലടാ, നിനക്ക് കിട്ടുന്ന അടിയെങ്കിലും ഷെയർ ചെയ്യാൻ ഒരാളെങ്കിലും ആയില്ലടാ വീട്ടിൽ കിടന്നെങ്കിൽ. എനിക്ക് എവിടെ അടി കിട്ടി? എവിടെ അടി കിട്ടിയത്? ആ KSB എന്തോ പ്രശ്നം ഉണ്ടാക്കില്ല നീ? ആര് പ്രശ്നം ഉണ്ടാക്കി? ഫോൺ വിളിച്ചെന്തോ വിഷയം ഉണ്ടാക്കി, ഞാൻ അറിഞ്ഞു. ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. നമ്മളെ വീട്ടിൽ കറണ്ട് പോയാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? KSB ഓഫീസിൽ വിളിക്കും. ആണോ? ഞാൻ അതേ ചെയ്തുള്ളൂ. അവിടെ ഒരു പെണ്ണെടുത്തു. സ്വാഭാവികം. ഞാൻ പറഞ്ഞു നല്ല കാറ്റ്, നല്ല മഴ, കറണ്ടും ഇല്ല, അപ്പൊ എങ്ങനെ എപ്പ വരുമെന്ന്. അതിന് വലിയ സ്വാഭാവികത ഇല്ല. പറഞ്ഞു തരുന്നതിന് ഒരു ജീപ്പ് ഇങ്ങോട്ട് വന്നു. ലൈൻമാൻമാർ ഉൾപ്പെടെ വെളിയിറങ്ങി. ലൈൻ കമ്പി തൂക്കിയിട്ടായിരുന്നു ഇടി. അങ്ങനെ വരൂ, എവിടെ ഒന്നും മാഞ്ചി കെട്ടുമല്ലോ. അങ്ങോട്ട് ചെല്ല്. ഞാൻ കുറച്ച് ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ചെല്ല്. ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ? നല്ല രസമുണ്ട്. വേറെ അടുത്തും പോവല്ലേ? ഇല്ല. ഹലോ നോബിയണ്ണ, ഇറങ്ങാറായില്ലേ? അവനെ മാറ്റിയാ നീ അവിടുന്ന്? മാറ്റിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നടപ്പുണ്ട്. അണ്ണ ഇറങ്ങുന്നില്ലേ? ഞാൻ റെഡിയാണ്. അഖില റെഡിയായെന്നാണ് ഡൗട്ട്. അഖിലിന്റെ ഒരുക്കം കാരണം. അയ്യോ അണ്ണാ, പെട്ടെന്നൊന്ന് വാ അണ്ണാ. പെട്ടെന്നോ വാ. ആരെന്ന് പറ. ഏതോരമ്മ ഇപ്പം കുഞ്ഞു വരണം ഒരു തെറിച്ചാണ്. ഭയങ്കര നോക്ക് പറയുന്നുണ്ട് അതൊക്കെ. അറിയില്ലല്ലോ. അറിയില്ല. ആരും മനസ്സിലാവുന്നില്ല. ഇതൊന്നും കയ്യിൽ ഉത്സവ പരിപാടിയല്ലേ, കുറച്ച് അവലെടുത്ത് കയ്യിൽ വെച്ചു. കൊച്ചകില് പെട്ടിയില്ല. തൽക്കാലത്തേക്ക് നമ്മൾ കേട്ടില്ല എന്ന് നമുക്ക് നടിക്കാം. ആയിരിക്കും നല്ലത്. അമ്മമ്മ തന്നോട്ട് അവലായി, അല്ലെങ്കിൽ ഞാൻ എടുത്ത് കളഞ്ഞേനെ. ആ കൊച്ചകിൽ എവിടെയാണ്? ഉച്ചക്കില് മേക്ക് ഓവർ ആണ്. എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അവനെ കണ്ടാ ചിലപ്പോ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല. കുറെ കിടന്ന് കറങ്ങുവാണല്ലോ അവനെ. എങ്ങനെയാലും വരട്ടെ. അവനിച്ചിരി ബുദ്ധി വിവരമുണ്ട്. എവിടെ ഇങ്ങൊന്നാണ് അവനാണെന്ന് അറിയൂലല്ലോ. കുറച്ചു നേരം ആക്ക്. ഹലോ, മുഖത്ത് വലിയ മറുകുള്ള ചേട്ടൻ, നമ്മളെ കുട്ടിയകലിനെ കണ്ടായിരുന്നോ? എന്തൊരു മുഖത്ത് മറുകുള്ള ചേട്ടാ, ആ കുട്ടിയകലിൽ ഇവിടെ കണ്ടായിരുന്നോ? ഇതിൽ ലെജൻഡ്സ് വർക്ക് ചെയ്ത് ഹിറ്റാക്കിയ ഫോർമുലല്ലേ? പ്രേംനസിനെ തിരിച്ചറിഞ്ഞില്ലേ? പിന്നെ ഇതാരൊക്കെ? നോബി, ശ്രീവിദ്യ, ഡയാന, ഇത് കൊച്ചകില്. ഭയങ്കര അല്ല ബുക്ക് മേടിക്കണം നമുക്ക് പോകുമ്പോ. ബുദ്ധിന്നൊന്നും പറയില്ല, അത് വലിക്കും നാവില് ഗുളിയെന്ന് നിന്നാ. ആര് വലിച്ചിട്ടെങ്കിലും ഒന്ന് വരക്കണം. മനസ്സിലാക്കിയില്ലേ? അല്ല, നിങ്ങൾ
നിങ്ങളൊക്കെ എന്ത് ഇവിടെ? അയ്യോ ഞങ്ങൾ അമ്പിളിക്കുട്ടനെ കളയാൻ ആട്ട്. കൊള്ളാം. അല്ല അമ്പിളിക്കുട്ടാ കുതിര കയറില്ലല്ലോ. correct. ഏതോ അവിടെ ഉണ്ട്, പോയി കയറി. കുതിര. പോ, പോ, പോ. അതെയാ? ഓ ചെല്ല്. അത് ഞാൻ നേരത്തെ കയറിയായിരുന്നു. എന്നിട്ട് ഇപ്പൊ അത് കറങ്ങുന്നില്ലെന്ന്. ശരിയാണല്ലോ. എന്തൊരിത് ഇതിന്റെ അടിയിരുന്ന എന്താ ഞാൻ ഊരി എടുത്ത എന്റെ അടി എടുത്താടെ പിള്ളേർ കയറായിരുന്നത് ഭാഗ്യം. നീ ഒരു കാര്യം ചെയ്യ അണ്ണാ, മരണക്കറല് കേട്ടല്ലേ? ആ ഡേയ് ഒരു കാര്യം ചെയ്യ്. ഡോക്ടർ അങ്ങ് അറ്റത്തെ മരണക്കിണർ കിടപ്പണം, അവിടെ ചെന്ന് കയറി. അവിടെ പോകൂല. അതെന്താ? അത് മരണക്കറ ഞാൻ പോയി കണ്ടോണ്ട് നിന്നു. അപ്പൊ ഒരുത്തങ്ങനെ ബൈക്കിൽ ഇങ്ങനെ പോവാണ്. എന്നെ ഇങ്ങനെ കൈയെടുത്താണ്. ഞാൻ ഷാക്കാൻ്റെ കൊടുത്ത് അവനെന്റെ കൈ തൂങ്ങി കിടന്ന് സ്കൂട്ടർ പറന്നങ്ങ് പോയി. അപ്പൊ അവൻ എന്നെ തപ്പി അടക്കും അവിടെയൊക്കെ. അങ്ങോട്ട് പോകാൻ പറ്റൂല. എത്രയും പെട്ടെന്ന് കളയണം. പാട്ട് പാട്ട് ആട്ട് പാടിയത്. ഇഷ്ടമാണല്ലോ പാട്ട്. നീ ഒരു കാര്യം ചെയ്യ് അമ്പിളിക്കുട്ടാ, നീ ആനയെ കാണണ്ട എനക്ക്. ആനയെ കാണാൻ? എവിടെ? അവിടെ ഉണ്ടാ ആനയെ? ഒരു 3-4 ആനയുണ്ട്. നിങ്ങളും നമുക്ക് കാണാം. നമ്മൾ എല്ലാരും പോവാം. വാ നമ്മൾ വരാം. പറ്റിക്കരുത്. ഇല്ല പറ്റിക്കില്ല. ആന എവിടെയാണുള്ളത്? അവന് അവിടെ അപ്പുറത്ത് അങ്ങറ്റത്ത്. അപ്പൊ ഒരു കാര്യം ചെയ്യണം. ഞാൻ പോകുമ്പോ എന്റെ കൂടെ വന്നോണം. പറ്റിക്കില്ല. പറ്റിക്കില്ല. ചെരുപ്പിന്റെ സൗണ്ട് ഒക്കെ എനിക്ക് അറിയാം. ചെരുപ്പിന്റെ സൗണ്ട് ആയിട്ട് അറിയാലോ നമ്മൾ. ഞങ്ങൾ ബാക്കിൽ നിന്ന് വരാം. എല്ലാരും സക്സസ്. അങ്ങനെ അമ്പിളിക്കുട്ടൻ നമ്മൾ ആനക്കൊട്ടിൽ എത്തിച്ചിട്ടുണ്ട്. അതെ അതെ. ചേട്ടാ ഈ ആനത്തൊട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനത്തൊട്ടിൽ കയറി കിടക്കുന്ന സ്ഥലമാണ്. പ്രശാന്ത്, നമ്മള് കളയാൻ കൊണ്ടുവന്ന ആള് മാറിപ്പോയി. അത് വിട് അണ്ണാ. ചേട്ടാ ഈ ആനത്തൊട്ടില് അറ്റ് എ ടൈം 2 ആന കിടക്കൂ? ഇനി ഞാനൊരു സത്യം പറയട്ടാ. കൺഫേം. ഇവളെ കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരത്ത് കൊണ്ട് കളഞ്ഞ് ഉറപ്പല്ലേ? അമൃത ടി വി അറിയാതെ ഇവിടെ കൊണ്ട് വിളിച്ചിരുത്തിക്കണം. കളഞ്ഞ സാധനത്തിന് എടുത്ത് ഇവിടെ കൊണ്ടിരുത്ത്. അതുകൊണ്ട് കുഴപ്പമില്ല, അവൻ എന്തായാലും വരില്ല. ആനകൾ ചവിട്ടിക്കൊല്ലുന്നുള്ളൊരു പേടി മാത്രമേ എനിക്ക്. എനിക്ക് തോന്നണേ ഇപ്പൊ അമ്പിളിക്കുട്ട അവിടെ പോയിരുന്ന ആനയ്ക്ക് ക്യൂടെക്സ് ഇട്ട് കൊടുത്തേ. ഒരു മണ്ടൻ തന്നെ. ആനക്ക് കൂട്ടത്തിരുന്ന് ചിലപ്പോ മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ സാധിക്കും. അതിനുള്ള ബുദ്ധിയേ ഉള്ളൂ. ഈ അഖില് കാരണമാണല്ലോ ഈ കഴിഞ്ഞ ഷെഡ്യൂൾ നമുക്ക് അവനെ കൊണ്ട് കളയായിരുന്നു. നീ വന്നില്ലല്ലോ. എന്റെ കുഴപ്പമല്ല അത് ചേച്ചിയുടെ മോനും ഞാനും തമ്മിൽ ചെറിയ വിഷയം ഉണ്ടായിട്ട് ഞാൻ ആശുപത്രിയിലൊക്കെ പോയിരുന്നു. ആശുപത്രി എന്ത് നടന്നത്? അത് അളിയ ചേച്ചിയുടെ മോനും മറ്റേ ഈ നടക്കുമ്പോ ലൈറ്റ് കത്തുന്ന ഷൂ വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ നല്ല ഷൂ. ഞാൻ ചെറുക്കനെടുത്ത് വെച്ചാ എനിക്ക് ഇച്ചിരി ഇടാൻ തരാം. എന്നിട്ട് ഇവനത് ഞാൻ ചോദിച്ച് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അപ്പൊ ഞാൻ കഞ്ഞി കുടിച്ചോണ്ടിരുന്നപ്പോഴേ ഇവ ഷൂവിന്റെ ലൈറ്റ് ഊരി കഞ്ഞിക്കകത്തിട്ട് എന്നിട്ട് ഞാൻ വറ്റൽ മുളകെന്ന് ചവച്ചിറക്കി തിന്നു. കുറെ കഴിഞ്ഞ് രാത്രി ആയപ്പോഴും എന്റെ വയറ്റിൽ കിടന്ന് ഈ ലൈറ്റ് കത്തും. അപ്പൊ അമ്മ അപ്പുറത്തെ റൂമിൽ നിന്ന് വിളിച്ചു, വിടാ നിന്റെ റൂമിൽ എന്താ DJ എന്ന്. ഈ ലൈറ്റിന് ഏതൊക്കെ ഹോൾ വഴി വെളിയിൽ വരാൻ പറ്റും അത് വഴിയൊക്കെ പ്രകാശം വെളിയിൽ. അവസാനം ആശുപത്രി പോയി കീറി മുറിച്ചല്ലേ ലൈറ്റ് എടുത്തത്. പിന്നെ അല്ല നമുക്ക് അമ്പിളിക്കുട്ടനെ കൊണ്ടു കളഞ്ഞ നമുക്ക് നല്ല പ്ലാനിങ് ആയിരുന്നു അല്ലേ? നിങ്ങൾ എല്ലാരും ഇങ്ങനെ മണ്ടത്തരം പറയുന്ന ഒന്ന് നിർത്ത്. ഐസക് ന്യൂട്ടന്റെ ചെറുമോള് പറയട്ടെ. എന്താണെന്ന് പറ. കേക്കട്ടെ. നിങ്ങൾ എന്നെ കളിയാക്കിയൊന്നും വേണ്ട. ഞാനിതൊരിക്കൽ ചെയ്തു നോക്കിയിട്ടുള്ളതാണ്. സാധനത്തിനെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. ഏത് സാധനം? അമീനാണ്? അമീനൊന്നും അല്ല, എന്റെ വീട്ടിലെ പൂച്ച. ഞങ്ങൾക്ക് ആർക്കും ഒരു സാധനം തിന്നാൻ പറ്റൂല. മീൻ കഷ്ണമൊക്കെ ഏത് വഴിക്ക് പോയി ആർക്കറിയാം. വലിയ ശല്യമായിരുന്നു. പൂച്ച പിന്നെ മീനല്ലാതെ പോറ്റി ഹോട്ടലിൽ പോയി തൈർ സാധനം കഴിക്കും. എന്തായാലും ഞാൻ അതിനെ കൊണ്ട് കളഞ്ഞു. എന്തെന്നറിയാം, എന്ത് ചെയ്തു? പതുക്കെ ഇവനെ പിടിച്ച് എന്റെ വീട്ടിന്റെ പുറകിലത്തെ കാട്ടി കൊണ്ടുപോയി കണ്ണ് കെട്ടി, എന്നിട്ടൊരു വഞ്ചി എടുത്ത് ഞാൻ തന്നെ തുഴഞ്ഞ് അങ്ങ് ദൂരെ കൊണ്ട് കളഞ്ഞു. കാട്ടില്ല കളഞ്ഞു. എന്നിട്ട് എനിക്ക് തിരികെ വരാനുള്ള വഴി മറന്നുപോയി. എന്നിട്ട് പിന്നെ എന്ത് ചെയ്ത് ആ പൂച്ച തന്നെ ഹെൽപ്പ് ചെയ്ത്. എങ്ങനെ? അതിന്റെ കണ്ണിന്റെ കെട്ടൊക്കെ ഞാൻ അഴിച്ചു വിട്ട് അതിങ്ങനെ ഫ്രണ്ടിൽ നിന്ന് നടന്ന് വഴി കാട്ടി. അതിന്റെ പുറകെ ഇങ്ങനെ പോയി. പക്ഷെ 2-3 ദിവസം എടുത്തു വീട്ടിലെത്താൻ. അത് ഞാനതിനെ കൊണ്ട് കളഞ്ഞ ദേഷ്യത്തിൽ അതിന്റെ ഭൂലോകം മൊത്തവും ചുറ്റിച്ച് 2 ദിവസം കഴിഞ്ഞ വീട്ടിലെത്തി. അമ്പിളിക്കോട്ട മറ്റേ കുമിള് വിട്ടില്ലേ, അതിൽ ഏതെങ്കിലും ഒരു കുമിളെ കയറ്റിയ പെണ്ണിനെ പറഞ്ഞു. ശരിയാണ് അങ്ങ് പോയി നിയന്ത്രണം വിട്ട് പോയത്. എവിടെ ഇവിടെ എങ്ങ് കാണാല്ലോ. പോയി അമ്പിളിക്കുട്ട. ഇല്ല അമ്പിളിക്കുട്ട ചേച്ചി വിളിച്ച് പറയണം. അതാണ് കറക്റ്റ്. ഭയങ്കര സന്തോഷമാവും. സ്പീക്കർ എനിക്ക് തോന്നുന്നു അവർ കളിച്ചിട്ടുണ്ട്. ഓക്കെ, ഹലോ. ആ ചേച്ചി, നോബി മിഷൻ സക്സസ്. അമ്പിളിക്കുട്ടനെ കളഞ്ഞ്. ഉറപ്പല്ലേ അവൻ തിരിച്ചു വരൂലല്ലോ? എവിടെ വരാ, എങ്ങോട്ടാ പോയത്? പിന്നെ എല്ലായിടത്തും പറഞ്ഞു, എല്ലായിടത്തും വേണമെങ്കിൽ ഒരു കേക്കും കട്ട് ചെയ്തോ. ആണോ? സന്തോഷത്തില്. അനുജേ, ഇനി അമ്പിളിക്കുട്ടൻ വരില്ല തിരിച്ചപ്പാ. സമാധാനം. മുന്തിരിങ്ങാണോ ചേച്ചി?
എല്ലാവരുടെ പറ കേട്ടോ, ഞാനാണ് പ്ലാനിങ് എന്ന്. എലീന ഭയങ്കര സന്തോഷമായി കാണും. സാറിനെ കൊടുക്കാൻ പറ. അയ്യോ, ഒരു വലിയ കാര്യം. ഹലോ, ആ ചേച്ചി നിങ്ങൾ ആരെയാണ് അവിടെ വിട്ടു വന്നത്? നിങ്ങൾ ഇത്ര വലിയ മണ്ടന്മാരായി പോയല്ലോ. എന്ത് പറ്റി ചേച്ചി? നിങ്ങൾ കളഞ്ഞ ആമ്പിളിക്കുട്ട എന്റെ അടുത്തിരിക്കുന്നുണ്ട്. ചേച്ചി പിന്നെ ആ, ഞാൻ പറയുന്ന കേക്ക്. നമുക്ക് ഇനി ഈ ഷോ അടിപൊളിയായിട്ട് കൊണ്ടുപോവാം. ആ. ഇവിടെ നമ്മളെ ഷോ അലമ്പാക്കുന്ന 5 പേരില്ലേ, അവര് 5 പേര് ഞാൻ കാർണിവൽ അടക്കുന്നത് കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. ആണല്ലേ? ഇനി നമ്മൾ രണ്ടും മാത്രം. നമ്മൾ ഈ ഷോ അടിച്ച് പൊളിച്ച് കൊണ്ടുപോകും. പ്ലാനിങ് അപ്പൊ അവന്റേതായിരുന്ന നമ്മളെ കളയാനുള്ള. ചേച്ചി. അപ്പൊ നമ്മളിനി നിങ്ങൾ ഇനി തിരിച്ചു വരരുത് ഇവിടെ. ഫോണ്. ഹലോ 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 കട്ട് ചെയ്തു. നമ്മളിനി എന്ത് ചെയ്യണം? തിരിച്ചു പോകുന്ന വഴി അറിയാമോ? അറിയില്ല. എന്ത് ചെയ്യാ? ഞാൻ നെഞ്ചിൽ ആട്ടുകൾ വെച്ചിട്ട് ഊപും തന്നെ ഞാൻ ഇവിടെ ചെയ്യും. നീ എന്തൊരു നീ മറക്കും വെച്ചോണ്ടോ ആരും അറിയില്ല. ഒരു കാര്യം ചെയ്യും, വളയത്തിൽ കൂടെ ചാടുന്ന പോമറേനും പട്ടിക്കുട്ടികളുണ്ട്, അതിന്റെ കൂടെ കൂടിക്കോ. ഞാൻ തിരിച്ചറിയില്ല. ഞാൻ ട്രപ്പീസ് കളിക്കാം. സർക്കസിൽ 2 ബഫൂൺസിനെ വേണം. നോക്കണ്ട, നടന്നോ. ഇവിടെ പ്രാക്ടീസ് ചെയ്തോ. പോവാ. അപ്പോ അമ്പിളിക്കുട്ട നമുക്ക് മറ്റേ ചെയ്യണ്ടേ? നമുക്ക് ചെയ്യാം. 1 2. നമ്മുടെ ബാറ്ററി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. എന്താ എന്നെ ചാർജ് ആക്കാത്തെ, എന്താ എന്നെ ചാർജ് ആക്കാത്തെ എന്ന് പറഞ്ഞോണ്ട്. അപ്പൊ ചേച്ചി ആ പരാതി ഒന്ന് നമുക്ക് തീർത്തു കൊടുത്താലോ? പിന്നെ ബാറ്ററി ഓണായി. ഓക്കെ, അപ്പൊ ബാറ്ററി ഓൺ ആയിരിക്കുന്നു. ബാറ്ററി ചാർജ് ആകുന്നതോടൊപ്പം തന്നെ പ്രേക്ഷകരും ചാർജ്ഡ് ആയിട്ടിരിക്കുക. നമ്മുടെ നാട്ടുകൂട്ടം നിങ്ങൾ നല്ല പവർഫുൾ ആയിട്ട് ഇരുന്നിട്ട് നന്നായിട്ട് ചിരിച്ച് കൈയിടിച്ച് അതനുസരിച്ചിരിക്കും നമ്മുടെ ബാറ്ററി ചാർജ്ഡ് ആകുന്നത്. ഓക്കെ, റെഡി? അപ്പോ പെർഫോം ചെയ്യാനെത്തുന്നു ശരത്, ഷൈൻ, ഐശ്വര്യ. പനിക്കുള്ള മരുന്നിന്റെ പേര് പാരസെറ്റാമോൾ. പനിക്കുള്ള മരുന്നിന്റെ പേര് പാരസെറ്റാമോൾ. പനിക്കുള്ള മരുന്നിന്റെ പേര് പാരസെറ്റാമോൾ. ആരോ വിളിക്കുന്നുണ്ടല്ലോ. അയ്യോ മോന. മോനെ, എടാ പപ്പ പഠിച്ചോണ്ടിരിക്കടാ. ഒരു കാര്യം ചെയ്ത് നീ പിന്നെ വിളിക്കാട്ടോ. മോനെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി 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 ശരി. അപ്പോ പനിക്കുള്ള മരുന്നിന്റെ പേര് പാരസെറ്റാമോൾ. പനിക്കുള്ള മരുന്നിന്റെ പേര് പാരസെറ്റാമോൾ. മോനല്ല, മോളാണ്. ഓ, കൺഗ്രാചുലേഷൻ. എന്തിന്? പക്ഷെ കല്യാണം എന്നോട് പറഞ്ഞില്ല. അയ്യോ അതല്ല, പനിക്കുള്ള മരുന്നിന്റെ പേര് പാരസെറ്റാമോൾ. ഓ സോറി. പനിക്കുള്ള മരുന്നിന്റെ പേര് പാരസെറ്റാമോൾ. പനിക്കുള്ള മരുന്നിന്റെ പേര് പാരസെറ്റാമോൾ. അപ്പൊ ഡോക്ടർ ഒരു സംശയം, എന്തോന്നു? ഈ ഗ്യാസ് വരുമ്പോ എന്ത് ചെയ്യും? അത് പൈസയും കുറ്റിയും കൊണ്ട് കൊടുത്താൽ മതി. എന്തിന്? ഗ്യാസ് കിട്ടും. അതല്ല, പിന്നെ ഗ്യാസിന്റെ മരുന്ന് എന്തുവാന്ന്? അബൂ സലീം. അയ്യോ അതല്ല, മറ്റേ അവന്റെ ഒരു പിങ്ക് നിറത്തിലുള്ള മരുന്നുണ്ടല്ലോ, അത് ജലൂസിലിൻ. അത് കൊടുത്താൽ മതി. ഈ ഡോക്ടർ ഒരു കാര്യം. പിന്നെ ഡോക്ടറെ, മിനിഞ്ഞാന്ന് വന്ന പേഷ്യന്റിന് എനിമ കൊടുത്തായിരുന്നോ? അത് എന്തിനു കൊടുക്കണം? ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണോ? പുള്ളിക്ക് ഇതെല്ലാം കൊടുത്തുകൂടെ? അയ്യോ, എരുമേ പോത്തും കൊടുക്കണ കാര്യമല്ല, പിന്നെ എനിമ കൊടുത്തായിരുന്നോന്ന്. എന്തിനാണ് നമ്മൾ ഇവിടുത്തെ ഗുളിയൊക്കെ വെറുതെ വേസ്റ്റ് ആക്കുന്നത്? അവന് വല്ല അതും ഇതൊക്കെ കലക്കി കൊടുത്തങ്ങ് വയറിളക്കിയ പോരെ. ബെസ്റ്റ് ഡോക്ടർ. അതെ, ഇങ്ങോട്ട് വന്നൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന ക്യാഷ് കൗണ്ടർ എന്ന് പറഞ്ഞൊരു ബോർഡ് എവിടെ പോയി? അത് ഞാൻ എടുത്ത് അകത്ത് വെച്ച്. കണ്ടോ, ബാക്കിയുള്ള ഒരു കൗണ്ടറിന് വേണ്ടി ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുക. ഉള്ള കൗണ്ടറിന്റെ ബോർഡ് എടുത്ത് അവൾ അകത്തോണ്ട് വെച്ച് എന്തോന്ന് ചെയ്യാൻ. ഇങ്ങോട്ട് വന്ന് വേറെ കാര്യം ചോദിക്കട്ടെ. നിങ്ങളോട് ആര് പറഞ്ഞു ഇവിടെ ഇങ്ങനെ കുത്തി വരച്ച് വെക്കാൻ? എന്റെ പൊന്നു ഡോക്ടറെ, അത് പേന തീർന്നോണ്ട് കുത്തി വെച്ചതല്ല, അത് ECG. ഡോക്ടറെ, ഞാൻ നാളെ ഓഫാണ്. അപ്പൊ എന്നെ ഞാൻ വന്ന് ഓണാക്കണോ? അതല്ല, പിന്നെ ഞാൻ നാളെ ലീവാണെന്ന്. ലീവാണോ? അപ്പൂപ്പന്റെ ആണ്ടാ. എന്നിട്ട് പുള്ളി എന്തിയെ? എന്തോന്ന്? അപ്പൂപ്പൻ താണ്ടേന്ന് പറഞ്ഞു. അപ്പൂപ്പൻ താണ്ടേന്നാണോ പറഞ്ഞേ? അപ്പൂപ്പന്റെ ആണ്ടാന്ന്. അപ്പൂപ്പന്റെ ആണ്ടാണോ? എന്റെ അപ്പൂപ്പൻ ആരാണെന്ന് അറിയാമോ? പിന്നെ എന്റെ അച്ഛൻ ആരാന്ന് ഞങ്ങളുടെ അമ്മയോട് ചോദിച്ചപ്പോ ഞങ്ങളുടെ അമ്മ ഇപ്പോഴും അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി നടക്കുക. പിന്നെ എന്റെ അപ്പൂപ്പൻ ആരാണെന്ന് അറിയാമോ? അപ്പൂപ്പൻ തുണിക്കടയിലായിരുന്നു. അതെന്നാ പുള്ളി നൂലാണോ? തുണിക്കടയിലിരിക്കുന്നു. തുണിക്കടയിലല്ല, പിന്നെ തുണിക്കടയായിരുന്നു. തുണിക്കടയായിരുന്നോ? അത് ഞാൻ ചോദിക്കട്ടെ, അപ്പോ പാൻറ്റൊക്കെ എങ്ങനെയാണ്? എല്ലായിടത്തും ഉള്ള പോലെ തന്നെ 2 കുഴലുണ്ട്, അതിൽ കൂടെ ഇങ്ങനെ കാലിറക്കണം. ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ ഫോളോ ചെയ്തത്. അതാണോ ഞാൻ ചോദിച്ചത്? എടി തുണിക്കൊക്കെ അല്ലെങ്കിൽ പാന്റിനൊക്കെ എന്തോ വിലയാണോ ഞാൻ ചോദിച്ചത്? ഓ അങ്ങനെ, അത് പല വിലയാണ്. പല വിലയാണെന്ന് പോലും. എടി എന്റെ അപ്പൂപ്പൻ ആരാന്ന് നിനക്കറിയാമോ? ആരാ
ആരായിരുന്നു സാറേ? എന്റെ അച്ഛന്റെ അച്ഛനായിരുന്നു എന്റെ അപ്പൂപ്പൻ. പിന്നെ എന്റെ കുഞ്ഞമ്മേരെ മാപ്പിളയാണല്ലോ എന്റെ അപ്പൂപ്പൻ. അയ്യോ അതല്ല ഞാൻ പറഞ്ഞു. എന്റെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞോട്ടല്ലോ ജലത്തിനെ പോലും നിയന്ത്രിക്കുന്ന ആളായിരുന്നു. അതിന്റെ ഡാമിന്റെ ഷട്ടർ ആയിരുന്നോ? അങ്ങനല്ല ഉദ്ദേശിച്ചത്. പുള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരുന്നു പുള്ളി. ആണോ? എന്നിട്ട് ഇപ്പൊ എവിടെ ഉണ്ടെന്ന് കാണാൻ പറ്റൂ? പുള്ളി മരിച്ചുപോയി. മരിച്ചുപോയോ? വെള്ളത്തിനോട് കിടപിടിച്ച് പുള്ളി മരിച്ചുപോയി. വെള്ളത്തിന്റെ കടം മേടിച്ചിട്ട് മരിച്ചു കളഞ്ഞത്? അയ്യോ അങ്ങനല്ല പറഞ്ഞത്. സോഡാ പൊട്ടിച്ചപ്പോ വെള്ളം ഇങ്ങനെ നൊരനൊരയായിട്ട് പൊങ്ങി വന്ന് കണ്ട് പേടിച്ച് പനി പിടിച്ച് പുള്ളി മരിച്ചു. ബെസ്റ്റ് അപ്പൂപ്പൻ. അതൊക്കെ പോട്ടെ ഡോക്ടറെ, ഈ പ്രിസ്ക്രിപ്ഷൻ പാഡ് ഞാൻ എടുക്കുവാണേ. എന്തോന്ന്? ഈ പ്രിസ്ക്രിപ്ഷൻ പാഡ് ഞാൻ എടുക്കുവാണേന്ന്. ഒന്ന് എടുത്ത് നോക്കിക്കേ അവിടുന്ന്. ഈ പ്രിസ്ക്രിപ്ഷൻ പാഡ് ഞാൻ എടുക്കുവാന്ന്. അപ്പൊ ഇതാണോ ആ സംഭവം? എനിക്കറിയത്തില്ലായിരുന്നു. ഒരു കാര്യം ചെയ്യ്, ടീച്ചർ കൊണ്ടുപോ. ഡോക്ടറെ, ആരായിരുന്നു? പുഷാണോ പുള്ളാണോ മനസ്സിലായില്ല. തള്ളുവാണോ വലിക്കുവാണോന്ന്? നീ തള്ളിക്കയറി ഇപ്പൊ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ വലിച്ചോണ്ടിരിക്കത്തതേ. എടോ താനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പുഷും പുള്ളും നിങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ലേ? ഈ പുഷിന്റെയും പുള്ളിന്റെയും മുന്നിൽ തളരാത്ത ഏതെങ്കിലും മലയാളികളുണ്ടോ? അങ്ങനെ ഒരു കാര്യം ചെയ്യ്. OP എടുത്തായിരുന്നോ? ആധാറിന്റെ വേണോ തിരിച്ചറിയക്കാരന്റെ വേണോ? എന്തോന്ന്? കോപ്പി. OP എടുത്തോന്നല്ലോ ഞാൻ ചോദിച്ചത്. അയ്യോ അതെവിടെ എടുക്കുന്നേ? ആ റിസപ്ഷനിൽ ഇരിപ്പുണ്ടായിരുന്നു. അയ്യോ ഞാൻ അവിടെ നോക്കിയിട്ട് ആരെയും കണ്ടില്ല. ചുമ്മാ ഒരു ബിൽഡപ്പിന് വേണ്ടി പറഞ്ഞ അവിടെ ആരുമില്ല. അങ്ങനെയാണല്ലേ? ഒരു കാര്യം ചെയ്യ്, താൻ അവിടെ ഇരിക്കേ. പേര് ഒന്ന് പറഞ്ഞേ. പൂന്തോട്ടത്തിൽ സദാസമയം. അതെന്നാ താൻ കരിവണ്ടാണോ? കരിവണ്ടോ? അല്ല, പൂന്തോട്ടത്തിൽ സദാസമയം ഉണ്ടെന്ന് പറഞ്ഞു. അതല്ലെന്ന്. പിന്നെ പൂന്തോട്ടത്തിൽ സദാസമയം, അതാണ് എന്റെ പേര്. അപ്പോ സെക്സ്? മയിൽ. മയിലല്ലടാ, കുയില്. എന്നാ കുയിൽ. എടാ നീ ആണാണോ പെണ്ണാണോ? അതന്നെ മെയിൽ. മെയിൽ. സദാസമയം എന്ത് ചെയ്യുന്നു? ഞാനോ? ഞാൻ വാനനിരീക്ഷകനാണ്. ആണോ? ഒരു കാര്യം ചെയ്തിട്ട് വന്നേ. എന്താ? എനിക്കൊരു സഹായം ചെയ്യണം. എന്താണ്? എന്റെ മോന്റെ കയ്യിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ബലൂണ് പോയി. അതിപ്പോ എവിടാന്നൊന്ന് കണ്ടുപിടിച്ച് തരാമോ? അത് കണ്ടുപിടിക്കലല്ല എന്റെ പണി. പിന്നെ ഞാൻ കാലാവസ്ഥാ നിരീക്ഷകനാണ്. കാലാവസ്ഥാ നിരീക്ഷകനാണോ? മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ടെന്ന് പറയുന്നത് ഞാനാണ്. നിങ്ങളാണോ അത്? ആന്ന്. എനിക്ക് എന്നെ ഇഷ്ടമുള്ള ഡയലോഗാന്നറിയാമോ അത്? പക്ഷെ അത് കാരണം എന്റെ സ്നേഹിച്ച പെണ്ണ് ഇട്ടിട്ട് പോയി. പ്രണയമൊക്കെ ഉണ്ടായിരുന്നു. പറ 8 വർഷത്തെ എന്റെ പ്രണയം. ഞാനും അവളും കൂടി ഞങ്ങൾക്കുണ്ടാകുന്ന കൊച്ചിന് നെറ്റിൽ നോക്കി പേരിട്ടിട്ടുണ്ടായിരുന്നു. അതെന്നെ കുങ്കുമോന്നാണോ? അല്ല, നെറ്റിൽ നോക്കി പേരിട്ടെന്ന് പറഞ്ഞു. നെറ്റിയല്ല, നെറ്റിൽ നോക്കി പേരിട്ടിട്ടുണ്ടായിരുന്നു. നെറ്റിൽ നോക്കി പേരിട്ട് കേട്ടു. എന്നിട്ട് എന്ത് സംഭവിച്ചു? സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കല്യാണം ഉറപ്പിച്ചിട്ട് ഞാൻ കല്യാണം പറയാൻ ചെന്ന വീട്ടിലെല്ലാം കല്യാണക്കുറി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു കല്യാണം നടക്കാനും നടക്കാതിരിക്കാനും സാധ്യതയുണ്ടെന്ന്. അതോടെ എന്റെ കല്യാണം മുടങ്ങി. അപ്പൊ അങ്ങനെയാണ് തന്റെ കല്യാണം മുടങ്ങിയത്. അപ്പൊ പറ പിന്നെയും പറ കേക്കട്ടെ. പക്ഷേ ജീവിതം എന്ന പരീക്ഷയിൽ ഞാൻ തോറ്റോ? തോക്കണം. ഇമാതിരി പരിപാടി കാണിച്ചാൽ താൻ തോക്കണം. പക്ഷേ ഞാൻ സേ എഴുതിയതോ? രണ്ടാമത് കെട്ടി. രണ്ടാമത് കെട്ടി. പക്ഷെ അവിടാണ് ട്വിസ്റ്റ്. എന്നാ വേറെ ഏതെങ്കിലും വിഷയത്തിൽ താൻ തോറ്റുപോയോ? അല്ല, അങ്ങനല്ല. പിന്നെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ എന്നെ ഒന്ന് സഹായിക്കണം. എന്ത്? ഇന്നലെ എന്റെ ഫസ്റ്റ് നൈറ്റ് ആയിരുന്നു. താൻ ഭയങ്കര ലാഗാണല്ലോ. ഇന്നലെ ഫസ്റ്റ് നൈറ്റ് നടന്നപ്പോ ഇന്ന് വന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? അതല്ല, സാറ് ശ്രദ്ധിച്ചൊന്ന് കേക്കണം. ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഈ ഇവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കി. ആരുമില്ല, പറഞ്ഞു നമ്മള് ഫസ്റ്റ് നൈറ്റ് ആണല്ലോ. ഫസ്റ്റ് നൈറ്റ് ആണ്. ഭാര്യയും ഭർത്താവൂടി അടുത്ത് വന്നിരിക്കുമല്ലോ. ഇരിക്കണമല്ലോ. അങ്ങനെ ഞാനും അവളൂടെ അടുത്ത് വന്നിരുന്നു. ഇരുന്നിട്ട് അപ്പോഴാണ് ഓർത്തത് എന്തോന്ന് കുറ്റിയിട്ടില്ല. ഞാൻ പോയിട്ടിട്ട് വരാം. എന്തിന്? കുറ്റിയിടുന്ന കാര്യം പറഞ്ഞു. സോറി. അവള് വന്ന് എന്റെ അടുത്ത് വന്നിരുന്നു. ഇരിക്കണമല്ലോ. മെല്ലെ ഞാൻ അവൾ. താൻ ഭയങ്കര ലാഗാണല്ലോ. മെല്ലെ എന്തിനാ പോകുന്ന? സ്പീഡിൽ പോകരുതോ? സ്പീഡിൽ ചെന്ന് ഞാൻ ഇരുന്നു. ബാക്കി പറ. ഇരുന്നിട്ട് ഞാൻ മെല്ലെ ഷർട്ടിന്റെ ബട്ടൺസ് അഴിച്ചു. താൻ വീണ്ടും ഭയങ്കര ലാഗാണല്ലോ. ഒരു സിമ്പുള്ള ഷർട്ട് ഇട്ടാ പോരായിരുന്നു. മണ്ടൻ. ഞാൻ പറയട്ടെ. വീണ്ടും ഞാൻ അടുത്ത് വന്നിരുന്നിട്ട് പാല് മടാന്ന് കുടിക്കണം. ക്ഷീണം കാണും. കുടിച്ചോ? ബാക്കി പറ. എന്നിട്ട് ഞാൻ അവിടെ കയ്യിൽ ഇങ്ങനെ കേറി പിടിച്ചു. ഒരു നിമിഷം സിസ്റ്റർ, അവിടെ പഞ്ഞി ഇരിപ്പുണ്ടോ? ഉണ്ടല്ലോ ഡോക്ടർ. എങ്കിലടുത്തൊന്ന് ചെവി വെക്കാമോ? എന്തിനാ? ഇവിടെ കിടക്കാച്ചി ഒരു കഥ നടക്കാൻ പോവാ. പറ കേക്കട്ടെ. ബാക്കി പറ. കയ്യിൽ ഇങ്ങനെ കേറി പിടിക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് തരാതെ പാല് നീ ഒറ്റയ്ക്ക് മടമടാന്ന് കുടിച്ചില്ലേ, നീ എന്റെ തനി നിറം കാണൂന്ന്. അപ്പോ അവൾ എന്ത് പറഞ്ഞു? നിന്റെ തനി നിറം ഇല്ലാതെ നീ ഈ വീട്ടിൽ കേറി വരരുതെന്ന്. അപ്പൊ എനിക്ക് എന്റെ തനി നിറം വേണം. എവിടുന്നേലും എനിക്ക് എന്റെ തനി നിറം വേണം. നീ ഇതേ തിരക്കി പിടിച്ച് ഇവിടെ തന്നെ വരാനുള്ള കാര്യം എന്തുവാ? ഞാൻ ഗൂഗിളിൽ സെർച്ച് നോക്കി. എന്തോന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു? തൊലിഞ്ഞ ഡോക്ടർ ഏതാന്ന്? ഡോക്ടർ ഏതാന്ന്? അങ്ങനെ ഇവിടെ കേട്ടത് മാറിപ്പോയി. എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്താൽ ഒരു കാര്യം ചെയ്യും. സിസ്റ്റർ, എന്താ ഡോക്ടർ? ഒന്നിഞ്ഞു വരൂ. വരുന്നു.
ഭയങ്കര ലാഗാണ് ഈ സിസ്റ്റർ, എന്ത് ചെയ്യാൻ? അതെ, ദിസ് കേസ് ഈസ് വെരി കോംപ്ലിക്കേറ്റഡ്. Seriously? Not This is medical miracle. No. Best and please. Excuse me. What is the reason of my disease? പിടിച്ച് കയറ്റിയല്ലേ ചെന്ന് കയറിക്കൊടു. What is the reason of my disease? ഒരു കാര്യം പറയട്ടെ, ഞങ്ങളുടെ മെഡിക്കൽ ഭാഷയിൽ പറയുകയായിരുന്നു ഈ സംഭവം ഒന്നും നടക്കത്തില്ല എന്നുള്ളത്. നടക്കത്തില്ലേ? ഇല്ല. അങ്ങനെയാണെങ്കിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ പറ്റൂ? അയ്യോ പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ പറ്റത്തില്ല. പ്ലാസ്റ്റിക് ആണെങ്കിൽ ഹരിതകർമ്മസേന കൊണ്ടുപോയി, പിന്നെ എങ്ങനെ ചെയ്യും? ഡോക്ടർ കഴിഞ്ഞ ആഴ്ച ഒരു ക്ലേയുടെ പരിപാടി ചെയ്തായിരുന്നു. ക്ലേയോ? എന്നാ ക്ലേ വെച്ച് ചെയ്താൽ മതി. അയ്യോ, ക്ലേ വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. എന്റെ അമ്മാവൻ ഇതുപോലെ ക്ലേ വെച്ച് ചെയ്യാൻ വന്നു, പക്ഷെ ക്ലേ തികഞ്ഞില്ല. ലാസ്റ്റ് നമ്മള് കണ്ടത്തിൽ ചെളി വാരി പൊത്തി വെച്ചു കൊടുത്തു. എന്നിട്ട് ഇപ്പൊ രോമത്തിന് പകരം പുല്ല് വിളിച്ചത് നടക്കുക പുള്ളി. അയ്യോ, അത് മാത്രമല്ല, പുള്ളി ഇപ്പൊ പുതിയതായിട്ടൊരു ടർഫ് തുടങ്ങി. എന്നിട്ട് അവിടെ പോയി കമ്മന്നടിച്ചാൽ കിടക്കും. എന്തൊക്കെ ചെയ്യാനാണ്? എനിക്ക് അങ്ങനെ കമന്നടിച്ച് കിടക്കാൻ പറ്റൂല. വേറെന്തെങ്കിലും ഐഡിയ ഉണ്ടേ പറ. അങ്ങനെയാണെങ്കിൽ വേറെ ഐഡിയ ഉണ്ട്. നമ്മുടെ സിനിമാ താരങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു മരുന്നുണ്ടല്ലോ. ഉണ്ടോ? അതിന്റെ പേര് ബ്ലൂടൂത്ത്. അതല്ല, മറ്റേ വേറെ ഗ്ലൂക്കോസ്. സിനിമാ താരങ്ങൾ ഉപയോഗിക്കുന്ന മരുന്ന്. ഒരു കാര്യം പറയേ, ആ മരുന്നിന് ഭയങ്കര വിലയാണ്. കുഴപ്പമില്ല, ഞാൻ പൈസ കൊടുത്ത് മേടിച്ചോളാം. അത് ഭയങ്കര സൈഡ് എഫക്റ്റ് ആണ്. അതിന്റെ പേര് പറ, ഞാൻ സെറ്റ് ചെയ്തോളാം. അത് ഇവൻ എന്നെ കൊണ്ട് പേര് പറഞ്ഞ അടങ്ങത്തുള്ളൂ. എന്തായിരുന്നു പേരെങ്ങനെയായിരുന്നു? ഗ്ലൂട്ടാതയോൺ. അതാണ് സംഭവം. അതാണോ? എന്നാ അതാണെങ്കിൽ എനിക്കൊന്ന് സെറ്റ് ചെയ്താ. അതുണ്ട്, ഒരു ഡോസ് ഇരിപ്പുണ്ട്. എന്നാ എനിക്ക് ഹെഡ് എന്തോന്ന് ഡോസ് ഉണ്ടെന്ന് പറഞ്ഞു. കുത്തിവെക്കാൻ മരുന്നുണ്ടെന്ന്. അങ്ങനാണെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് ഇപ്പൊ തന്നെ ഇതൊന്ന് ചെയ്തു തരാൻ പറ്റും. ഇപ്പൊ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ചെയ്യാൻ പറ്റത്തില്ലേ? ഒരിക്കലും പറ്റത്തില്ല. അതെന്താ? കാരണം ഞാനും എന്റെ പെണ്ണുമ്പോൾ അടി ഉണ്ടാക്കി. ഞാൻ അവളോട് എന്ന് പറഞ്ഞു എനിക്ക് ഈ മുഖം അല്ല വേറൊരു മുഖം ഉണ്ടെന്ന്. അതുകൊണ്ട് അവൾ എന്നോട് പറഞ്ഞു ആ മുഖം കൊണ്ട് വീട്ടിൽ കയറിയാൽ മതി. അപ്പം ഞാൻ പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ പോയിന്ന്. അപ്പൊ എന്റെ ഫസ്റ്റ് നൈറ്റ് ഒറ്റ കുഴപ്പമില്ല. നീ ഒന്നുകൂടെ സേ എഴുതിയ പോരെ. ആദ്യമായിട്ടായിരിക്കും ഒരു ഹോസ്പിറ്റലിൽ പോയിരുന്നു നമ്മൾ ഇത്രയും ചിരിച്ചു. ഭയങ്കരമായിട്ട് ചിരിച്ചു. ചിരിച്ചൊരു വഴിയായി. മഴയായിരുന്നു. പെരുമഴ ഉണ്ടായിരുന്നു. കൗണ്ടറിന്റെ ആണെന്നേ ഉള്ളൂ. നോൺ സ്റ്റോപ്പ് കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. ഒരു കൗണ്ടറിന്റെ മുകളിൽ വേറെ കൗണ്ടർ. 3 പേരും അസാധ്യമായിട്ട് പെർഫോം ചെയ്തു. നല്ല, എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്. ലാസ്റ്റ് ടൈം നിങ്ങൾ ചെയ്ത പ്രോമിസ് സ്ക്രിപ്റ്റിൽ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഗോഡ് ബ്ലെസ് യു. ഷൈന് ടെൻഷൻ ഉണ്ട്. ആണല്ലേ? നിനക്ക് എന്തെങ്കിലും തെറ്റിയോ? തെറ്റിട്ടില്ല. ഷൈന് പറയടാ, ഇത് തുറന്നു പറഞ്ഞു, കുഴപ്പമില്ല. ടെൻഷൻ എന്തായാലും ചാർജ് ആയത് നമുക്ക് കാണാം. ഇത് എത്രയാന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതിപ്പോ ഓരോ സമയത്ത് ഓരോ സംഭവിക്കും, അത് അത്രേ ഉള്ളൂ. എന്തറിയോ, നമ്മള് സ്കിറ്റ് കയറുന്ന പറഞ്ഞ് നമ്മള് പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നു. ഇന്നലെ തൊട്ട് സത്യം പറഞ്ഞാൽ 2 മണിക്ക് നമ്മൾ ഉറങ്ങിയത്. ഇതിന്റെ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന നിങ്ങൾ 3 പേരോടും എനിക്ക് ഒറ്റ കാര്യമേ പറയാൻ പറ്റുള്ളൂ. ഐ എം വെരി സോറി ഗൈസ്. ബാറ്ററി നോക്കാം. കരനിറയെ പണമൊഴുകണ കടി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി ദുരിതമുണ്ടന താളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയെ നീ നോക്കടാ, എന്നെ മാറ്റി നിർത്തിയല്ലേ. കൺകുളിരെ കാണടാ, കണ്ട് തുറന്ന് കാണടാ. ശരത്തേട്ടാ തളരരുത്. ശരത്തേട്ടാ, നിതീഷേട്ടാ വാ. സത്യം ഇത് നിതീഷേട്ടനുള്ള നിതീഷേട്ടാ സൂപ്പർ. നിതീഷ് സൂപ്പർ. ഇരിക്കുന്നു. ശരത്തിന്റെ ക്യാരക്ടർ എൻട്രി തൊട്ടിട്ട് എൻഡ് വരിക്കും ഓരോ വേർഡും കൗണ്ടർ ആയിരുന്നു. സൂപ്പർ. ഞാൻ 3 പേരും അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. 2 മണിയായി അവര് ഉറങ്ങിയപ്പോ. എന്നിട്ട് രാവിലെ ഇവിടെ വന്ന് വീണ്ടും ടെൻഷൻ. ഇവിടെ കണ്ടവരോട് എല്ലാവരും പറഞ്ഞു വിശ്വാസം ഇല്ല, എങ്ങനെ കയറും. സാറും സ്കിറ്റ് കണ്ടിട്ടില്ല, അതിന്റെ പേടി ടെൻഷൻ എല്ലാം. പക്ഷെ ഉഗ്രനായിട്ട് കളിച്ച് എല്ലാ കൗണ്ടർ ഏറ്റ്. ഞങ്ങൾ നേരത്തെ നിങ്ങൾ വരുന്നതിന് മുമ്പ് പറഞ്ഞു ഇത് അപ്കമിങ് ടെറസ് എന്ന് പറഞ്ഞു. അത് കറക്റ്റ് ആണ്. നിങ്ങൾ 3 പേരും കിടിലങ്ങളാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് കിടിലങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്നവരാണ്. അവിടെ ഞങ്ങളുടെ ഫാമിലിയുടെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ഇനി ഉണ്ടാവും. ഓരോ പരിപാടിയും മലയാളികൾക്ക് ഓരോ പുതുമയുള്ള പരിപാടി വരുമ്പം അവിടെ നിന്ന് ഒരുപാട് പുതിയ കലാകാരന്മാരെ നമുക്ക് കിട്ടും. മലയാളികൾക്ക് കിട്ടും, മലയാള ഫിലിം ഇൻഡസ്ട്രി കിട്ടും. നമ്മളൊക്കെ അങ്ങനെ വന്നവരാണ്. അതുപോലെ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഒരു സംഭാവന ആയിരിക്കാം ഒരു പക്ഷേ ഷൈനും ശരത്തും ഐശ്വര്യത്തെ. എനിവേസ് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ഇനിയും ഇതുപോലെ തന്നെ ഗ്രാഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോവാ. ആൻഡ് ശ്വേത ചേച്ചി 50,000 rupees ക്രെഡിറ്റ് ചെയ്യാം. കൺഗ്രാറ്റുലേഷൻസ്. ഈ സന്തോഷത്തിൽ നമുക്കൊരു പാട്ട് കേട്ടാലോ? എങ്കിൽ നമുക്ക് പാട്ട് പാടി തരാൻ പോകുന്നത് നമ്മുടെ സ്വന്തം രതീഷയാണ്. രതീഷ പ്ലീസ്. പുഴയോരത്തിൽ പൂന്തോണിത്തില
പുഴയോരത്തിൽ പൂന്തോണിയെത്തില മന്ദാരം പൂക്കും മറുതീരത്താണോ പുന്നാകം പൂക്കും പുഴയോരത്താണോ ആരാരും കണ്ടോ ദൂരെയിൻ പൂന്തോണി പുഴയോരത്തിൽ പൂന്തോണിയെത്തില പുഴയോരത്തിൽ പൂന്തോണിയെത്തില. One of my favorite songs. Really. Thank you so much. ഒരു ഉമ്മ കൊടുത്തു ചേച്ചി. ഉമ്മ. മോളി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ പാടിയിടാറുണ്ടാ? ഞാൻ ചെറുതായിട്ട് കോമഡീസ് ഒക്കെ ചെയ്യാറ്. ചേച്ചി ഇത് സൂപ്പർ മാർക്കറ്റ് ആണല്ലോ. ഞാൻ രതീഷ് പെരുവലിന്റെ രണ്ടാമത്തെ മോളാണ്. മിമിക്രി ആർട്ടിസ്റ്റ് രതീഷ്. ഞാൻ അയാളെ മോളാണ്. ഞാനും കൂടെ അച്ഛൻ പറയാറുണ്ട്. അച്ഛൻ പറയാറുണ്ടല്ലേ നോബിയങ്ങളുടെ കാര്യം. അപ്പൊ പിന്നെ കൊറേ കഥകൾ കേൾക്കാണ്ട്. അതെ, അപ്പൊ നമുക്ക് കൂടുതൽ പെർഫോമൻസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് കാണണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ഇവരിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഒരേ ഡ്രസ്സൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് കലോത്സവം ഓർമ്മ വരും. എൻ്റെ സ്കൂൾ ജീവിതത്തിൽ 12 വർഷങ്ങൾക്കിടയിൽ ഞാനൊരു 32 തവണ സ്റ്റേജിൽ കയറിയിട്ട് എന്നെ കഴിവില്ലാത്തതുകൊണ്ട് ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ സ്റ്റേജിന്റെ പരിസരത്തൊക്കെ ഇങ്ങനെ നിൽക്കും. അപ്പൊ ഇവരെയൊക്കെ ഇങ്ങനെ കാണാം. ഒരു സംഘനൃത്തം, ഒരു ഗ്രൂപ്പ് ഡാൻസ്, അതിനല്ലേ ഒരു പാട്ട്, ഒരു തിരുവാതിര, ഇതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഇവിടെ ഈ വേദി നമ്മുടെ ഒരു സ്കൂൾ കലോത്സവം വൈബിലേക്ക് അങ്ങ് മാറ്റാം. അപ്പൊ അറിയാലോ, ഭയങ്കര പവറായിരിക്കും ചേച്ചി. ആ പവറിന് വേണ്ടിട്ട് എനിക്കിതൊന്ന് ഓൺ ചെയ്ത് തരണം. ഓക്കെ, ബാറ്ററി ഓൺ. ഓണായി, ബാറ്ററി ഓണായി. അപ്പൊ ഞാൻ മൊത്തത്തിൽ അങ്ങ് മാറുകയാണ്. ജഡ്ജസ് പ്ലീസ് നോട്ട്. ചെസ് നമ്പർ 1, 2, 3 പ്രണവ്, സരിത, ഷാരിക ഓൺ ദ സ്റ്റേജ്. എടാ ഇങ്ങോട്ട് വാടാ. എടാ വാടാ ഇവിടെ. അമ്മ വാടാ, ഇവിടെ അവിടെയാണ്. വാ, നമുക്ക് ഏത് സമയം നോക്കിയാലും 24 മണിക്കൂർ നോക്കിയാൽ ഇവന് തീറ്റി. നിനക്ക് തിന്നണം എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നടക്കട അഹങ്കാരി അങ്ങോട്ട്. എടാ ഇത്രയും നിന്നെ പഠിപ്പിച്ചിട്ട് നീ എന്താടാ ആ സ്റ്റേജിൽ കയറാഞ്ഞത്? അമ്മ സ്റ്റേജിൽ ചെന്ന് കയറിയപ്പോ അവിടെ മൈക്കില്ല. എടാ ഡാൻസ് കളിക്കുന്നതിന് എന്തോത്തിനാടാ നിനക്ക് മൈക്ക്? എടാ കുഞ്ഞെ, നീ ഇതിന്റെ പകുതി ആ സ്റ്റേജിൽ കളിച്ചിരുന്നെങ്കിലേ 1ാം സമ്മാനം നമുക്ക് കിട്ടത്തില്ലായിരുന്നു. അമ്മ ഡാൻസ് കളിച്ചാലേ വേദന കൊണ്ട് പൊളഞ്ഞാണ്. നിങ്ങൾ എന്തിനാ എന്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെടണോ? പിന്നെ ഞാൻ ദേഷ്യപ്പെടാതെ പിന്നെ ഞാൻ ഇവിടെ കിടന്ന് കുച്ചിപ്പടി കളിക്കണോടാ? എടോ കുച്ചിപ്പടി കളിക്കണോടാ ഞാൻ ഇവിടെ കിടന്ന്? ഞാൻ എന്തുവാ ഈ കാണുന്നേ? ടീച്ചർ കേക്കണം. ഞാൻ രാവിലെ കൊയ്യാൻ പോവും. അത് തലേ ചുമന്നുകൊണ്ട് പോയി അത് ചവിട്ടി മെതിച്ച് അത് നെല്ലാക്കി അത് അരിയാക്കി ഞാൻ അവിടെയും കൊണ്ട് കൊടുത്ത് ഞാൻ ഇവിടെയും കൊണ്ടുവന്ന് കൊടുത്ത് അവിടെ നിന്നും കടം മേടിച്ച് ഇവിടെ നിന്നും കടം മേടിച്ച ടീച്ചറെ. ഇവന്റെ അച്ഛൻ രാവിലെ വണ്ടി ഓടിക്കാൻ പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, ആ പാവപ്പെട്ടവന് ഒരാപത്തും വരുത്തല്ലേ. അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തിയതാ ടീച്ചറെ ഞാൻ ഇവന്. ഇവന് ഒരു നേരം അവിടെ കയറി ഡാൻസ് കളിക്കേ വയ്യാന്ന്. 6 മാസം കഷ്ടപ്പെട്ട് കുച്ചിപ്പുടി പഠിപ്പിച്ച ചെറുക്കനെ കടന്ന് തുള്ളുന്നത് തള്ള. പിന്നെ എങ്ങനെ സമ്മാനം കിട്ടാനാ? എടാ, ആ കോഡ് നമ്പർ വിളിക്കാൻ നേരത്ത് നീ സ്റ്റേജിൽ കേറാത്ത അവിടെ നുള്ളല്ലേ? അവിടെ ഇപ്പൊ അമ്മ നുള്ളിയതേ ഉള്ളൂ, ഇപ്പുറത്തോട്ട് നുള്ളിക്കോ. ടീച്ചറെ, ഇവനെ വെറുതെ ടീച്ചർ പഠിപ്പിച്ചത്. അവൻ ആ സ്റ്റേജിൽ കേറിയത് പോലും ഇല്ല. കേറാത്തത് കൊണ്ട് ഞാൻ ഇവിടെ അഭിമാനത്തോടെ നിൽക്കുന്നു. അപ്പൊ കേറിയിരുന്നെങ്കിലോ നാണം കെട്ട് നാറി നിന്നേനെ. ടീച്ചറെ, ഇവനെ എന്നും കുന്നും പരാതിയാ. ആ കലോത്സവത്തിന് ഉയർത്തിയ കൊടിയില്ലേ, അവൻ ആൾ ഒഴിഞ്ഞപ്പോ പോയി കെട്ടഴിച്ച് താഴെ ഇറക്കിയാക്കുന്നു. ടീച്ചറല്ലേ പറഞ്ഞത് സ്റ്റേജിൽ കയറിയെന്നോണ്ട് പതാക കാണിക്കണോന്ന്? എടാ, പതാക മുദ്ര കാണിക്കാൻ പറഞ്ഞ സ്റ്റേജിൽ കയറി കടി കഴിച്ച് കേറ്റുപോ. ടീച്ചറെ, അവിടെ കുറച്ചെങ്കിലും ഒന്ന് ബാക്കി വെച്ചേക്കണേ. അവന്റെ അച്ഛന് വീട്ടിൽ ചെല്ലുമ്പോ പിച്ചാനുള്ളതാ. എടാ, നിനക്ക് ഗുരുത്വം എന്നൊരു സാധനം ഉണ്ടോ? ആ ഉള്ള സാധനം തന്നെ ടീച്ചർ ഇപ്പൊ ഞെക്കി പൊട്ടിച്ചത്. എന്തുവാടാ? ഗുരുപ്പ്. ഗുരുപ്പല്ലടാ, ഗുരുത്വം. ടീച്ചറെ,
ടീച്ചർ അങ്ങനെ പറയരുത്. എന്റെ കൊച്ചിന് ഗുരുത്വമില്ലെന്ന് ടീച്ചർ പറയരുത്. രാവിലെ എന്റെ കൊച്ചു ടീച്ചറിന്റെ കാല് തൊട്ട് തൊഴുതപ്പോ ടീച്ചറിന്റെ കണ്ണീന്ന് രണ്ടിന്നും കണ്ണീര് വരുന്നത് ഞാൻ കണ്ടതാ. കുഴിവക ഉള്ള എന്റെ കാലെ പിടിച്ച് കണ്ണീരല്ലാതെ പിന്നെ എന്തോ. അയ്യോ, അവന്റെ അച്ഛൻ അറിഞ്ഞ ഇന്ന് തിന്നു കളയും. കുഴിനകം തിന്നുന്ന മനുഷ്യനോ? കുഴിനകം തിന്നുന്ന കാര്യമല്ല പറഞ്ഞത്, ഇവനെ തിന്നു കളയുന്ന ആ സ്റ്റേജ് കയറാത്തോണ്ട്. നിങ്ങൾ അങ്ങേർക്ക് വീട്ടിൽ വേറെ തിന്നാന്നും കൊടുക്കത്തില്ലേ? ഓ, അങ്ങനെ ഭയങ്കര ദേഷ്യക്കാരനാ ടീച്ചറെ. എന്നിട്ട് എന്തിയാ ദേഷ്യക്കാരൻ? വീട്ടിൽ ഇരിപ്പോണ്ട്. KSRTC-യിലെ ഡ്രൈവർ ആയിരുന്നു, ഇപ്പൊ സസ്പെൻഷനില്ല. എന്തോ പറ്റി? പിന്നെ വണ്ടി ഓടിക്കാതെ കറങ്ങാൻ പോയാ. ബെസ്റ്റ്. ഈ ഉത്തരവാദിത്തമില്ലാത്ത തന്തയാ ഈ ചെറുക്കനെ തിന്നൂന്ന് പറയുന്നേ. അല്ലേ ടീച്ചർ എന്റെയും കെട്ടിയന്റെയും കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കുവാണോ? ടീച്ചറിന്റെ പഠിപ്പേര് കൊണ്ട് ഇന്ന് ആ കൊച്ചാ സ്റ്റേജിൽ കയറാഞ്ഞത്. ഞാൻ പഠിപ്പിച്ച 2-3 ജതികൾ നീ ഇവിടെ കാണിച്ചില്ലേ? പിച്ച് ഞാൻ പറിക്കുന്നു ഞാൻ. കളിക്കടി പൊന്നെ, കളിക്ക്. ടീച്ചറെ, നമുക്ക് തേക്കിന് വരെ അവിടെ ഈട്ടി വെച്ചാലോ? ഈട്ടിയോ? ടീച്ചറല്ലേ പറഞ്ഞു ഇപ്പൊ തേക്ക് വെക്കാൻ പോവുക. ഞാൻ ജതികള് പറഞ്ഞ കരിക്കട്ടെങ്കിത്താ കരിക്കട്ടെങ്കിത്താ കരിക്കട്ടെങ്കിത്താ. കരിക്കൊണ്ടെങ്കിൽ എനിക്കും കൂടെ തരോർന്ന നല്ലത് നോക്കി. തേങ്ങ തേങ്ങ. ഞാൻ ഇങ്ങനെ കളിക്കാനാന്നോ പറഞ്ഞേ? ശരീരമൊക്കെ ഇളക്കി നല്ലോണം കളിക്കാനല്ലേ പറഞ്ഞേ? കളിക്ക് പൊന്നെ. കളിയടാ. ദാക്കു ദേക്കു ദാ. ജനക്കു ജനക്കു ദാ. ദാക്കു ദേക്കു ദാക്കു ദേക്കു. എടാ നിർത്തടാ. എന്തോ ടീച്ചറെ? നിനക്ക് ചുഴലിയാന്നും പറഞ്ഞ ഒരു ആംബുലൻസ് വിളിച്ചെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞ ഇത് വല്ലത് ഇന്ന് നടക്കുവോ? നൃത്തം എന്ന് പറഞ്ഞാൽ മൊത്തം കടലാണ്. നൃത്തത്തിൽ ഇറങ്ങിയതിന് ശേഷം എനിക്ക് മൊത്തം കടമാണ്. അമ്മ, എന്നെ കൊണ്ട് ഡാൻസ് ഒന്നും പഠിക്കാൻ പറ്റൂല. നിങ്ങൾക്ക് എന്നെ ഇത്തിരി പാട്ട് പഠിപ്പിക്കാൻ പറ്റൂല അമ്മ. നടക്കുന്നതിനെ അവനൊരു താളമില്ല, പിന്നെ പാട്ടും കൂടി നന്നായിരിക്കും. അപ്പൊ മോണോക്ട് ആണെങ്കിലോ? അത് അവനെക്കാട്ടി നന്നായിട്ട് ചെയ്യുന്ന നിങ്ങൾക്കാ. ടീച്ചറിന് തോന്നിയോ ഞാനൊരു കലാകാരിയാണെന്ന്? ഫീസ് ചോദിക്കുമ്പോഴേ അയ്യോ ടീച്ചറെ ഇപ്പൊ ഇല്ല ടീച്ചറെ, 1 മാസത്തെ അവധിയും കൂടി തരണം, പട്ടിണിയാ ടീച്ചറെ. ഇതൊക്കെ കാണിക്കുമ്പോഴേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നടി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ മിമിക്രിയിലും കൂടെ ഒന്ന് നോക്കായിരുന്നു. അതെന്താ ടീച്ചറെ? ഫോൺ വിളിച്ച് ഫീസ് ചോദിക്കുമ്പോഴേ സൗണ്ട് മാറ്റി സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ല, ഞാനൊരു അറിയാൻ വേണ്ടിട്ട് ചോദിക്കാം. കുറെ നേരം കൊണ്ട് ഈ ടീച്ചർ എന്റെ കുറ്റമാണല്ലോ പറയുന്നത്. എന്റെ കൊച്ചിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലെങ്കിൽ ടീച്ചർ പറ. ഞാനൊരു കാര്യം പറയട്ടെ, ഇവന് വഴക്കമില്ല. ആര് പറഞ്ഞു ഇവന് വഴക്കില്ലാന്ന്? ടീച്ചറിന് അറിയാവോ? ഒരു മുട്ട പപ്സ് വാങ്ങിച്ചിട്ട് ഇവന്റെ മുമ്പിൽ വെക്കണം, എന്നിട്ട് ഇവനോടൊന്ന് പറയണം ഞാൻ നിനക്ക് തരത്തില്ലടാന്ന്. അപ്പോഴറിയാം ഇവന് വഴക്കുണ്ടോ ഇല്ലേന്ന്. അയ്യോ അതല്ല, ഇവന് മെയ് വഴക്കമില്ലെന്ന്. എന്റെ ടീച്ചറെ, ഇവന് മെയ്യെന്നല്ല എല്ലാ മാസവും വഴക്കാം. ഞാൻ ആരോടാ ഈ പറയുന്നത്? ടീച്ചറെ, ഈ മെയ് വഴക്കം വരാ എന്ത് ചെയ്യണം? ഏപ്രിൽ അവസാനം വഴക്കുണ്ടാക്കിട്ട് ഓടണം. മെയ് ആദ്യത്തോടെ വഴക്ക് കൂടിക്കോളും. അതല്ല, മെയ് വഴക്കം. ഞാനേ പറയുന്നോണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. എന്താ ടീച്ചറെ? നിങ്ങളുടെ മോന് ഡാൻസ് കളിക്കാനുള്ള കഴിവില്ല. ടീച്ചറെ, ഇത് 3 കൊല്ലം മുമ്പ് ഇവിടെ ചേർക്കുന്ന ടീച്ചറിന് പറഞ്ഞുകൂടായിരുന്നു. അയ്യോ പോട്ടുപുല്ലി കൊറേ നേരം. 3 കൊല്ലം പിന്നെ എന്റെ ചിട്ടിയും വട്ടിയും നീ അടയ്ക്കോ? എന്റെ ദൈവമേ, കുച്ചിപ്പൊടിക്ക് സമയം. വാ മക്കളെ, കുച്ചിപ്പൊടിക്ക് സമയം. അയ്യോ എങ്ങോട്ടാ പോന്നേ? പിന്നെ ചെറുക്കനെ കുച്ചിപ്പൊടി സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ട്. അയ്യോ അതെന്ത് പറ്റി? കുച്ചിപ്പൊടി കളിക്കാനുള്ള താലവും മൊന്തയും കൊണ്ട് സ്റ്റേജിൽ കയറി ചോറുണ്ടാനിരിക്കുന്നു. എടാ, താലവും മൊന്ത എന്തിനുള്ളതാന്ന് നിനക്കറിയാവോ? പാത്രം ചോറുണ്ണേ, ഇല്ല മൊന്തയാണെങ്കിൽ വെള്ളവും കുടിക്കാലാ. എടാ, താലവും മൊന്തയും ഒരു പരിപാവനമായ സാധനമാണ്, അത് നിനക്കറിയാവോ? ഓ എന്റെ ടീച്ചറെ, സത്യം പറയാലോ, എന്റെ കൊച്ചിനെ കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ എന്ത് പറയാനാന്ന് പറ. ഇനി എന്താ ഒരു മാർഗം? ഇനി എന്താ മാർഗം എന്നാ ഞാനും ആലോചിക്കുന്നത്. ഇവനെ കലാതിലകമാക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. ഇനി എന്താ ടീച്ചറെ അത്? ഈ സ്കൂളിന് ബോംബിടണം, എന്നിട്ട് ഇവനെ ഒറ്റയ്ക്ക് മത്സരിപ്പിക്കണം. 1ും 2ും 3ും ഇവന് തന്നെ, പുറത്തെവിടെയും പോകത്തില്ല. ടീച്ചറെ വിഷമമായല്ലേ? വിശക്കാണ്. വെരി നൈസ്. ആദ്യം ഞാൻ ഈ സ്കിറ്റ് ഗംഭീരമായിരുന്നു. ചിലർക്കൊക്കെ ചിലരെ കുത്തിയ പോലെ തോന്നിക്കുമെങ്കിലും മൈൻഡ് ആക്കണ്ട, അങ്ങോട്ടേക്ക് ഞാൻ വരാം. പക്ഷെ ഞാൻ ഇങ്ങോട്ടേക്ക് ഒന്ന് പോട്ടെ. ശാരികനെ കുറെ ദിവസത്തിന് ശേഷമാണ് കാണുന്നത്. ഒരുപാട് വിശേഷങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്, ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങോട്ടും പറയാനുണ്ടാവും. കാരണം ഒരു എപ്പിസോഡിൽ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വന്നു ശാരിക ഒരു ചെറിയ വിഷമം പറഞ്ഞു. അത് ഞങ്ങൾ ഏറ്റെടുത്തു, നമ്മുടെ പ്രേക്ഷകർ ഏറ്റെടുത്തു. ഓണത്തിൻ്റെ അന്ന് നമ്മളൊരു വീട് ഒരുമിച്ച് വെച്ചു.
അപ്പൊ സന്തോഷായില്ലേ? ഉടുപ്പുകൾ ഒരുപാടില്ലേ? ഉണ്ട്. മകൻ ഹാപ്പി അല്ലേ? ഹാപ്പിയാ. ഇത്ര അറിഞ്ഞാ മതി. എടി പ്രണവ് നിന്നെ തിരിച്ചറിഞ്ഞുണ്ടാ ഇപ്പൊ എല്ലാ ആൾക്കാരൊക്കെ? ഒരുവിധപ്പെട്ട എല്ലാവർക്കും അങ്ങനെ കുഴപ്പമില്ല. ഇവനെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും അറിയാം ഇവനെ. അതെ, എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഇപ്പൊ ഇവന്റെ ഫോട്ടോ സഹിതം വെച്ചിട്ടുണ്ട്. ഇവന് ഒരു ചെറിയ പരിപാടിയുണ്ട്. അവിടെ റിഹേഴ്സൽ കിടക്കുമ്പോ അവിടെ ഫുഡ് കൊണ്ടുവയ്ക്കുമല്ലോ, ഇവനത് കഴിക്കില്ല. ഇവൻ നൈസ ഞാൻ ഒന്ന് ഒറ്റയ്ക്ക് റിഹേഴ്സൽ എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ മന്തി മേടിക്കാൻ പോകും. ഒറ്റയ്ക്ക് പോയി കുഴിമന്തി മേടിച്ചിട്ട് വന്ന് ആരും കാണാതിരിക്കാൻ വേണ്ടി ഡോറിൽ തൂക്കിയിട്ട് റിഹേഴ്സൽ വേണ്ടി തിരിച്ചു ഏത് ഡോറിൽ തൂക്കിയിട്ട് അങ്ങനെ മെർമേഡിൽ എത്ര റൂമുണ്ട്? 300-400 റൂമുണ്ട്. ഏത് റൂം CCTV ഒക്കെ ചെക്ക് ചെയ്തെന്ന് ഒരു മന്തിക്ക് വേണ്ടി വിശന്ന് വെച്ച് ഞാൻ ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോ തളർന്നു. പക്ഷെ കിട്ടിയോ? ഇല്ല, അത് ഞാനേ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്റെ റൂമെന്നും പറഞ്ഞ് വേറെ ഏതോ റൂമിൽ കൊണ്ട് തൂക്കിയിട്ട്. പക്ഷെ കിട്ടിയോ? അല്ല, കുറെ കഴിഞ്ഞ് എല്ലാ റൂമിലും ചെന്ന് നോക്കിയപ്പോ കിട്ടി. അല്ല വേറെ ഒരു കാര്യം, ഇവന് സോഷ്യൽ മീഡിയ വഴി ഇവന് എല്ലാ ഡയറക്ടേഴ്സിനും മെസ്സേജ് അയക്കുന്നുണ്ട്, സിനിമ കിട്ടുമോ, അല്ലാതെ അടുത്ത സിനിമയിൽ ഞാൻ ഉണ്ടല്ലോ. മുപ്പര് ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ ഏതൊക്കെ സിനിമകൾ എന്തെങ്കിലും കിട്ടിയോ? ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുത്ത് വെച്ച് ആരെയൊന്നും കിട്ടില്ല. ഇനിയിപ്പോ ഞാൻ പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുക്കാം. പുള്ളി അറിഞ്ഞാൽ കേൾക്കാത്ത ആരുമില്ലല്ലോ. നമുക്ക് നമ്മുടെ ഡയറക്ടേഴ്സിന് വേണ്ടിട്ട് ഒരു മെസ്സേജ് വിടും. ഞാൻ പ്രണവ്, വയസ്സ് 16, +1 പഠിക്കുന്നു, ജോയിൻ ചെയ്ത് പഠിക്കുന്നില്ല, എന്നാലും പഠിക്കാൻ കഴിയില്ല. പിന്നെ നല്ലപോലെ അഭിനയിക്കും. ഏത് റോൾ തന്നാലും ഐ ആം എ വെർസറ്റൈൽ ആക്ടർ. അതുകൊണ്ട് സിനിമയെ വിളിച്ചാൽ വന്ന് അഭിനയിക്കും. കിട്ടിയില്ലെങ്കിൽ കോമഡി മാസ്റ്റർ കിട്ടിയില്ലെങ്കിൽ വിഷമമാണ്. അതുകൊണ്ട് തരണം. നിങ്ങൾ ഇങ്ങനെയൊക്കെ വന്നവരല്ലേ. അല്ല, ഞാൻ പറയട്ടെ, തമിഴ്, തെലുങ്ക്, കന്നഡയിലാക്കി അവിടുന്ന് ഉറപ്പായിട്ട് കിട്ടും തന്നെ. ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും ബാറ്ററി ഇനി എത്രത്തോളം ചാർജ് കയറി എന്ന് നോക്കിയാലോ? പണം മുഴുകണ കടി പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ ഹാപ്പി ആയില്ലേ? 30,000 rupees നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ എന്തായാലും ശ്വേത ചേച്ചി ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. പൈസ കിട്ടുമ്പോഴേ 3 പേരോട് പറ്റിയത് കാണിക്കണേ. അത് കാണിക്കണേ. ഒരു AS ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ഓളക്കുറവ് എനിക്ക് മനസ്സിലായി. കിറ്റൊക്കെ കണ്ട് എല്ലാരും ചിരിച്ച് തളർന്നിരിക്കുവാണെങ്കിൽ ഐശ്വര്യമായിട്ട് നമുക്ക് നമ്മുടെ ടീമിനെ സ്വാഗതം ചെയ്താലോ? അവരുടെ ഡാൻസ് വരുമ്പോ നമുക്കൊരു പോസിറ്റീവ് വൈബാണ്. തുടക്കത്തിലേ നമ്മളത് പറഞ്ഞു. അതുകൊണ്ട് ശിവപ്രിയം ടീം, നിങ്ങളുടെ വക പെർഫോമൻസ് ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും മക്കളെ ബാ, നമുക്ക് കാണാം.
പന്നനൊങ്കിലെ പാൽക്കരനോല പാനി 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 the weather is so sunny let's drink a bit of honey it's cooling it നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി എല്ലാവരോടും അന്വേഷണം പറയാ, കൂട്ടുകാരോട് അന്വേഷണം പറയാ, നാട്ടിലും എല്ലാവരോടും അന്വേഷണം പറയാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ദിവസം കാണാം. അതിലേക്കും ബൈ.